കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് സമൂഹ മധ്യേ അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് 10 വർഷം പൂർത്തിയാകാനിരിക്കുന്നു. ഈ 10 വർഷത്തിനിടയിൽ 6.5 വർഷമാണ് കോർപ്പറേഷൻ UDF സംവിധാനം ഭരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ആദ്യത്തെ 3.5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും തുടർന്ന് UDF സംവിധാനം വന്ന കാലഘട്ടങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 2020 ബഹുമാനായ ടി.ഒ. മോഹൻ മേയറായി അധികാരമേൽക്കുകയും പിന്നീട് UDFിൻ്റെ ധാരണ പ്രകാരം 2024 ജനുവരി അദ്ദേഹം രാജിവെക്കുകയും തുടർന്ന് ഞാൻ മേയറായി വരികയും ചെയ്തു. ഈ കാലയളവിൽ ടി.ഒ. മോഹൻ്റെ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർത്തീകരണം അതോടൊപ്പം പുതുതായി രൂപീകരിക്കപ്പെട്ട പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ UDF സംവിധാനത്തിൻ്റെ ഭാഗമായി UDFിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളാണ് 2020 മുതൽ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ 2020-25 കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വികസന പദ്ധതികൾ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അറിയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നു. നാളെ, അതായത് കേരളത്തിലെ ദിനത്തിൽ ആദ്യം രാവിലെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ബഹുമാനായ MP-ക്ക് ചെറിയ അസൗകര്യം കാരണം 4 മണിക്കേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. 2021 പ്രവൃത്തി തുടങ്ങിയിട്ട് മെല്ലെ പൂർത്തീകരിക്കാത്തതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങൾ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2018 മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പദ്ധതി തയ്യാറാക്കിയത്. കിറ്റ്കോ എന്ന കമ്പനിയാണ് അതിൻ്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ പ്രവൃത്തി തുടങ്ങാനുണ്ടായ കാലതാമസം 2018 DPR തയ്യാറായിട്ടുണ്ടെങ്കിലും പക്ഷേ പ്രവൃത്തി നടന്നത് പിന്നീട് 2021 BSNL കേബിളും കാര്യങ്ങളും ഒക്കെയുള്ള കുറേ ഒപ്റ്റിക്കൽ ഫൈബറുകളൊക്കെ മാറ്റേണ്ട കാലതാമസം വന്നു. അതിനിടയിൽ കൊറോണ മഹാമാരി വന്നു, ലോക്ക്ഡൗണായി. എല്ലാ പ്രവൃത്തികളും നിലച്ചുപോയ ഒരു സാഹചര്യത്തിൽ 2021 പ്രവൃത്തി തന്നെ തുടങ്ങി വെച്ചത്. അതിൻ്റെ സിവിൽ വർക്കും മെക്കാനിക്കൽ വർക്കും 2023 തന്നെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇലക്ട്രിക്കൽ പ്രവൃത്തിയുമായി പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം അടുത്ത കമ്പനി ഇലക്ട്രിക്കൽ ജനറേറ്റർ ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പാനൽ ഉൾപ്പെടെ പലതിൻ്റെയും നിരക്കിൽ വന്ന വ്യത്യാസം, ആ വ്യത്യാസം അനുസരിച്ച് ഞങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല എന്നുകൊണ്ട് ഞങ്ങൾക്ക് കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് കൗൺസിൽ വെച്ച് ചർച്ച ചെയ്യുകയും സർക്കാരിലേക്ക് കത്തയക്കുകയും ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള കാലതാമസം 2023 ഡിസംബറിൽ നൽകിയ കത്തിന് മറുപടി തന്നത് 2025 ഫെബ്രുവരിയിലാണ്. അത്രയും കാലതാമസമാണ് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പൂർത്തീകരിക്കാൻ ഉണ്ടായ കാലതാമസം എന്നാണ് ഞങ്ങൾക്ക് അടിവരയിട്ട് പറയാൻ കഴിയില്ല. മറ്റൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല. അത് കിട്ടിയ ഉടനെ ഞങ്ങൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ കരാറുകാരനെ വിളിച്ചു ചേർക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും തുടങ്ങാൻ നിർദ്ദേശം നൽകുകയും പ്രവൃത്തി ഞങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേഡിയത്തിനടുത്ത് 4 യൂണിറ്റുകളിലായി 124 പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കാൻ പോകുന്നത്. 4 യൂണിറ്റിൽ 31 കാറുകളുടെ പാർക്കിംഗാണ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് പരിസരത്ത് ഒരൊറ്റ യൂണിറ്റാണ്. അവിടെ ആ യൂണിറ്റിൽ
31 കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെയും പ്രവൃത്തി കുറച്ച് ബാക്കിയുണ്ട്. ചെറിയ ചെറിയ പ്രവൃത്തികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതും 1-2 ദിവസങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം 1-ാം തീയതി സ്റ്റേഡിയം പരിസരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വിവാദങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്. ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഒരുപാട് വികസന പദ്ധതികൾ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ വികസന പദ്ധതികളിൽ നിങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പയ്യാമ്പലത്തെ ഡ്രോയിങ്സ്, അവിടെയുള്ള പ്രശ്നങ്ങൾ, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഡ്രോയിങ്സ്, അത് ഒരു വലിയ പദ്ധതിയാണ്. അത് 5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ ഡ്രോയിങ്സ്. അതുപോലെ ഒരുപാട് പദ്ധതികൾ, STP നമുക്കറിയാം, പഠനപാലത്തെ STP വളരെ ഭംഗിയായി കേരളത്തിൽ ഒരു തദ്ദേശ സ്ഥാപനവും നേരിട്ട് നടത്താത്ത STP പല സ്ഥലത്തും മാൻഡേറ്ററിയായി ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നിർബന്ധമായും ചെയ്യേണ്ട സംവിധാനമാണ് STP. പക്ഷെ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങളത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുൻമേയർ PO മോഹന്റെ നേതൃത്വത്തിൽ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങിച്ചെന്നിട്ടാണ് അത്തരം വിഷയങ്ങൾ വീട് കൂടാണ് കയറിയിട്ടാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും നടത്തിയിരുന്നു. കാരണം ഇത്തരം പദ്ധതികൾ ഗോവിന്ദ മാസ്റ്ററായിരുന്നു അതിന്റെ തുടക്കത്തിൽ അതിനു വേണ്ടിയിട്ട് എല്ലാ നടപടിക്രമങ്ങളും ചെയ്തു. പിന്നീട് MP രാജേഷ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ മാതൃകയായി കാണിക്കാൻ ഒരു സംവിധാനം വേണം. അത് കണ്ണൂർ കോർപ്പറേഷന് ആയാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പക്ഷെ അതിനെതിരെ വ്യാപകമായ ദുഷ്പ്രചരണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 2 വാർഡുകളിലെ ദ്രവമാലിന്യം നെറ്റ്വർക്കിലൂടെ ശേഖരിച്ചുകൊണ്ട് അത് ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെള്ളമാക്കി മാറ്റിയിട്ടാണ് തോടിലേക്ക് ഒഴുക്കുന്നത്. അവിടെ പോലും അനാവശ്യ സമരങ്ങൾ നടത്തി കോർപ്പറേഷന്റെ ഭരണ സംവിധാനത്തെ മോശമാക്കാനുള്ള ഇടപെടലുകൾ, എല്ലാത്തിനും അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടുത്തെ കടന്നു വരുമ്പോൾ ബഹുമാനായ നമ്മുടെ കോർപ്പറേഷനിൽപ്പെട്ട കൗൺസിലർ തന്നെ പ്രസംഗിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ 25 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. ഇത് പച്ചക്കള്ളമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. എവിടെയാണ് 25 കോടി രൂപ അനുവദിച്ചത്, ആരാണ് അനുവദിച്ചതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 11 കോടി രൂപ ഇവിടെ സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗമായി സ്പോർട്സ് കൗൺസിലിന് പരിപൂർണമായി സ്റ്റേഡിയം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് ഇടതുപക്ഷമായി EP ലതയായിരുന്നു പേർ. അത് ഐക്യകണ്ഠേനാണ്. കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അത് സ്പോർട്സ് കൗൺസിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല. കോർപ്പറേഷൻ ഒരു പരിപാടി നടത്തണമെങ്കിൽ 2 ആഴ്ച മുമ്പ് അവർക്ക് ഒരു കത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവിടെ ആ കാലഘട്ടത്തിലെ ഭരണസമിതിക്കെതിരെ നഗരശികാരുടെ നേതൃത്വവും അതിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു കാരണവശാലും ആ രീതിയിൽ നമ്മൾ ഒരു വികസന പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇല്ലാത്ത പ്രചരണങ്ങൾ 25 കോടി രൂപ അനുവദിച്ചെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അത് അറിയാതെ വിശ്വസിച്ചു പോകുന്നതാണ്. ഇത്തരം തെറ്റായ ധാരണകൾ ജനങ്ങൾ മുമ്പാകെ വെച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടതുപക്ഷം സമരാഭാസം വരുമ്പോൾ നടത്തുന്ന സമരാഭാസം, ആ സമരനായകർ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. ശരിക്കും കഴിഞ്ഞ ദിവസം STPയിൽ സമരം നടത്തിയിട്ട് അവർ ഇലഭ്യരായി പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അവരവിടെ സമരം നടത്തി അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്ന കോർപ്പറേഷന്റെ കമ്പനിയാണ്. അത് ONM ഞങ്ങൾ അഗ്രിമെന്റ് വെച്ചിട്ടില്ല. ONM വെക്കുന്നതിന് വരെ കമ്പനിയാണ്, PLC പീരീഡാണ്, അവരാണ് ചെയ്യുന്നത്. അവിടെ പ്ലാൻ കൃത്യമായി നടത്തുന്നുണ്ട്. വെറുതെ അവർ സമരം നടത്തിക്കൊണ്ട് ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കോർപ്പറേഷനെ
അപമതിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നു. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ ചുരുക്കി എന്നോട് പറയാം, ഭൂരഹിതരായ ഭവനരഹിതർക്ക് 5 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 83 ആൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ 33 ആളുകൾക്ക് ഞങ്ങൾ 5 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞു. കോടികളാണ് ആ വിഷയത്തിൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ ഭവന പുനരുദ്ധാരണത്തിന് പ്രതിവർഷം 500 പേർക്ക് 1 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ 25 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. അതിന് നമ്മൾ ബസ് ഷെൽട്ടർ, നിങ്ങൾക്കറിയാം, കാൽടെക്സിലുള്ള AC ബസ് ഷെൽട്ടർ, AC ഹൈബ്രിഡ് ബസ് ഷെൽട്ടർ ഒരു നഗരപ്രദേശത്തും ഇല്ലാത്ത, കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഹൈബ്രിഡ് ബസ് ഷെൽട്ടർ, അതോടൊപ്പം അതിനോട് ചേർന്നുകൊണ്ട് ആധുനിക രീതിയിലുള്ള മോഡൽ ബസ് ഷെൽട്ടർ അതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. വഴിയോര വിശ്രമ കേന്ദ്രം നല്ല രീതിയിൽ തലച്ചോറ് ഭാഗത്ത്, ഹൈവേയുടെ ഭാഗത്ത് യാത്രക്കാർക്ക് ഉപകരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ബ്രേക്കിന്റെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഓപ്പൺ ജിം, നമുക്കൊക്കെ അറിയാം, ഇന്ന് ആരോഗ്യ രംഗത്ത് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ അതിനെ ഉത്ബുദ്ധരാക്കുന്ന രീതിയിൽ ഏത് സമയവും ജനങ്ങൾക്ക് അവരുടെ സമയത്തിനനുസരിച്ച് വന്ന് വ്യായാമം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഓപ്പൺ ജിംനേഷ്യം സൗജന്യമായി വന്ന് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹൈവേകൾ സ്ഥാപിച്ചുകൊണ്ട് ടൈല് വിരിച്ചുകൊണ്ട് ഇനി ലൈറ്റുകൾ വെക്കാറുണ്ട്, മനോഹരമാക്കുന്ന പ്രവൃത്തികൾ ഒരുപാട് നടക്കുന്നു. അവിടെ പോലും രാഷ്ട്രീയം കാണിക്കാനാണ് ഇവിടുത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇവിടെ ഇത്രയും വൈകിയത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായി ഇത്തരം റോഡുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുകയും, എന്നാൽ ഒരു സ്ഥലം പോലും ഏറ്റെടുക്കേണ്ട പ്രദേശമല്ല ഇതൊന്നും. ഗവൺമെന്റിനെ വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഈ പദ്ധതികൾ നടപ്പിലാക്കാതെ ഞങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാനും പാടില്ല, എന്നാൽ അവർ ചെയ്യുകയുമില്ല എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. പുല്ലെടുത്ത് പട്ടിയെ കെട്ടിയ പോലെ അതുപോലെ ഞങ്ങളെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏറ്റവും അവസാനം ഞങ്ങൾ ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ കത്ത് തരിക, ഞങ്ങളുടെ സ്ഥലത്ത്, കോർപ്പറേഷന്റെ അധീനതയുള്ള സ്ഥലത്ത് ഞങ്ങൾ പ്രവൃത്തി തുടങ്ങുമ്പോൾ അവിടെ MLA പദ്ധതി വെച്ചുകൊണ്ട്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി വെച്ചുകൊണ്ട് പ്രവൃത്തി തുടങ്ങാൻ ടെൻഡർ ആയിട്ടുണ്ട്, നിങ്ങൾ പ്രവൃത്തി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കോർപ്പറേഷന്റെ ഒരു അനുമതിയുമില്ലാതെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, അതായത് പ്രാദേശിക ഗവൺമെന്റുകൾ, സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. ഈ ഭരണ സംവിധാനത്തെ ഭരണഘടനാപരമായി ഉള്ള സംവിധാനത്തിൽ ഈ സംവിധാനങ്ങളെ ഭരണഘടനയ്ക്കെതിരെയാണ് ഇത്തരം ആളുകൾ ഇടപെടുന്നത്, അതില്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കാനാമ്പുഴ വ്യൂ പോയിന്റ്, ടൂറിസം കേന്ദ്രങ്ങൾ കാനാമ്പുഴ, നമുക്കറിയാം, ഏറ്റവും മനോഹരമായ കാനാമ്പുഴ, അത് ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിൽ വൈകുന്നേരം നമ്മൾ മലക്കാരണ്ടി പ്രദേശത്ത് ആ ഭാഗങ്ങളിൽ നമുക്കൊരു ടൂറിസത്തിന് ഒരു സ്ഥലമായിട്ടാണ് ആളുകൾക്ക് വൈകുന്നേരങ്ങൾ പോലീസ് സ്റ്റേഷന് സമീപം പോയി അത് വൈകുന്നേരങ്ങൾ വിശ്രമിക്കാൻ പറ്റാവുന്ന രീതിയിൽ 100 മീറ്ററോളം നീളത്തിൽ വ്യൂ പോയിന്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ആയിക്കര ഫിഷ് മാർക്കറ്റിന്റെ നവീകരണം, നമുക്കറിയാം, ഫിഷ് മാർക്കറ്റ് നമ്മുടെ അടിസ്ഥാനപരമായി ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ആളുകൾക്ക് വളരെ വൃത്തി ഉള്ള ഒരു മാർക്കറ്റിൽ പോയി നല്ല രീതിയിൽ മത്സ്യം വാങ്ങാനും സംവിധാനമുള്ള ഫിഷ് മാർക്കറ്റ്, അതിനെ ചുറ്റുമതിൽ പോലെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് ചെലവഴിക്കാനുള്ള 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അകത്തുള്ള എല്ലാം പുതിയ മാർബിൾ ഗ്രാനൈറ്റ് വിരിച്ചു, ഒരു ടൈല് വിരിച്ചു, എല്ലാം അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് അത് നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷീമാൾ വനിതകൾക്ക് മാത്രമായി ആറാട്ടോടുകൾ ഷീമാൾ വരികയുണ്ട്. ഷീലോടിച്ചിന്റെ ഉദ്ഘാടനം നേരത്തെ നിർവഹിക്കപ്പെട്ടതാണ്. ഇപ്പോൾ മറ്റൊരു ഷീമാളും കൂടി നമ്മുടെ മുമ്പാകെ വരുന്നു, ആറാട്ടോട്. അതുപോലെ മറ്റൊന്നാണ് വനിതകൾക്ക് മാത്രമായി ഒരു വനിതാ വൃദ്ധമന്ദിരം കീഴ്ത്തള്ളിയിൽ വരാൻ വേണ്ടി വളരെ പൂർത്തിയായതുകൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തിന് പെട്ടെന്ന് മറ്റന്നാൾ തന്നെ അത് നിർവഹിക്കും. അതുപോലെ ഒരുപാട് അംഗനവാടികൾ, നമുക്കറിയാം, അംഗനവാടികളുടെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണുന്നില്ല. കോർപ്പറേഷന് സ്വന്തമായി കെട്ടിടമുള്ള അംഗനവാടികൾ നവീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ പദ്ധതികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ വലിയ രീതിയിൽ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, STP പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു മെഷീൻ വാങ്ങിയത്, ജെറ്റർ കംസെക്ടർ എന്ന മെഷീൻ. അത് കേവലം STP പ്ലാന്റിന് മാത്രമല്ല, ചെറിയ കൺവേർട്ടുകൾ ബ്ലോക്കായാൽ ആ മെഷീൻ വെച്ചുകൊണ്ട് സ്ലാബ് നീക്കാതെ, റോഡ് പൊളിക്കാതെ ആ മെഷീൻ വെച്ചുകൊണ്ട് ആ ബ്ലോക്ക് നീക്കിക്കൊണ്ട് ആളുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ആധുനിക സംവിധാനം, ഹൈടെക് യുഗത്തിനനുസരിച്ച് ഒരു ഹൈടെക് സംവിധാനം തന്നെ ഞങ്ങൾ ജെറ്റർ മെഷീൻ്റെ ഉദാഹരണം നമ്മൾ നിർമ്മിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഞാനിവിടെ ഒന്നിനെ പറയാം. അത് മറ്റൊന്ന് ഏറ്റവും പറയാനുള്ളത് നഗരശ്രീ അവാർഡ്.
3-ാം തീയതി ഞങ്ങൾ നഗരശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നഗരശ്രീ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അത് ഞങ്ങൾ നഗരശ്രീ എന്ന രീതിയിൽ പത്മശ്രീ പുരസ്കാരം അങ്ങനെ പല രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്ഥാപനം ഈ പറയപ്പെട്ട രീതിയിൽ നഗരശ്രീ എന്ന രീതിയിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ അവാർഡ് ഇത്തവണ ആതുര രംഗത്ത് സേവനം അർപ്പിച്ച ബഹുമാനായ AK വേണുഗോപാലാണ് നൽകുന്നത്. 3-ാം തീയതി ഈ കൗൺസിൽ ഹാളിൽ ചെയ്യും. അതോടൊപ്പം ഗാന്ധി പ്രതിഭകൾ, നിങ്ങൾക്കറിയാം ഇന്ന് ഗാന്ധിജിയെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ചർച്ചാ വിഷയമായ പദ്ധതി അവസാനം സംസ്ഥാന ഗവൺമെന്റ് യു-ടേൺ അടിക്കേണ്ടി വന്ന PM ശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ നടക്കുന്നത് ചരിത്രം തമസ്കരിക്കാനുള്ള RSSന്റെ ഇടപെടൽ വളരെ കൃത്യമായി നടക്കുമ്പോൾ ഇവിടെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് ജീവൻ ബലിയർപ്പിച്ച നമുക്ക് സ്വാതന്ത്ര്യം തന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ അദ്ദേഹത്തിന് ഓർമ്മ പല വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണമെന്ന ഒരു വലിയ മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ഗാന്ധി പ്രതിമ ആദ്യഘട്ടം എന്ന രീതിയിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇനി എയ്ഡഡ് സ്കൂളുകളിൽ കൂടി ആക്കിക്കൊണ്ട് ആ ചരിത്രം തമസ്കരിക്കാനുള്ളതല്ല, അത് ഓർമ്മപ്പെടുത്താനുള്ളതാണ്, അത് ഓർമ്മിക്കേണ്ടതാണ്. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ചേർത്ത് നിൽക്കേണ്ടതാണ്. ഗാന്ധിജിയുടെ പ്രതിമ ഞങ്ങൾ സ്ഥാപിച്ചത് നമ്മുടെ ഒരു വികാരമാണ് ഗാന്ധിജി. ആ വികാരത്തെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അത് വലിയ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ചുമർ ചിത്രങ്ങൾ, നഗരപ്രദേശങ്ങൾ, നഗരത്തിന്റെ പൈതൃകം, നഗരത്തിന്റെ സംസ്കാരം, അതുപോലെ മാലിന്യ സംസ്കരണം, ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ചുമർ ചിത്രങ്ങൾ. അതുപോലെ ബ്യൂട്ടിഫിക്കേഷൻ പ്രവൃത്തികൾ, നഗരപ്രദേശത്ത് ഡിവൈഡറുടെ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് നഗരം പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നഗരത്തിലെ പ്രതീതി ഉണ്ടാകുന്നു, നഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകും. ഈ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട്, ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഞങ്ങൾ പ്രവൃത്തിയുള്ളത്. ക്ലോക്ക് ടവറിന്റെ നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രവൃത്തികൾ ഇവിടെ പറയാൻ തുടങ്ങിയാൽ വൈകുന്നേരങ്ങളെ പറയേണ്ടിയിരിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ സാംസ്കാരിക പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഞങ്ങൾ കണ്ണൂർ ദസറ പോലെയുള്ള ജോബ് ഫെയർ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി നൽകിയ ജോബ് ഫെയർ ഇപ്പോ മറ്റൊരു ജോബ് ഫെയർ കൂടി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങൾക്ക് അറിയാം, വിദേശത്തുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, അവിടെ UAE, അതുപോലെ ഒമാൻ, ഖത്തർ, സൗദി, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, അവർക്ക് ജ്വല്ലറി ഗ്രൂപ്പുണ്ട്, ഹോട്ടൽ ഗ്രൂപ്പുണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഫ്രീ വിസ നൽകിക്കൊണ്ട് ഫുഡ് അക്കോമഡേഷൻ സൗകര്യമുള്ള 300ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ജോബ് ഫെയർ 2-ാം തീയതി ഇന്ന് രാവിലെയാണ് അതിന്റെ കൺഫർമേഷൻ ആയത്. രാവിലെ 2-ാം തീയതി താമര സ്കൂളിൽ വെച്ച് അതിന്റെ ജോബ് ഫെയർ നടക്കുകയാണ്. അവിടെ 300 ഒഴിവുകളാണുള്ളത്. സെയിൽസ്മാൻ ഒഴിവുണ്ട്, ഡ്രൈവേഴ്സിന്റെ ഒഴിവുണ്ട്, സൂപ്പർവൈസർമാരുടെ ഒഴിവുണ്ട്, അക്കൗണ്ടന്റിന്റെ ഒഴിവുണ്ട്, പിക്കർ ഒഴിവുണ്ട്, റിസീവറുടെ ഒഴിവുണ്ട്, ഫിഷ് കട്ടറുടെ ഒഴിവുണ്ട്, മേസന്മാരുടെ ഒഴിവുണ്ട്, അതുപോലെ വെയിറ്റർമാരുടെ ഒഴിവുണ്ട്, ഷെഫുമാരുടെ ഒഴിവുണ്ട്, അതുപോലെ ഫ്രീസർ ടെക്നീഷ്യൻ. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒഴിവുകൾ ഫ്രീ വിസ നൽകിക്കൊണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സൗജന്യമായി വിദേശ രാജ്യത്ത് പ്രശസ്തമായ അതിന്റെ ഒരു പാർട്ണർ മലയാളിയാണ്. അത് അവിടുത്തെ അറബിയുടെ കമ്പനിയാണ്. ഷംസുദ്ദീൻ മൊഹീദ്ദീൻ എന്ന മലപ്പുറത്തുകാരനായ അദ്ദേഹത്തിന്റെ കൂടി പാർട്ണർഷിപ്പുള്ള ഈ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള വിജ്ഞാന ജോബ് ഫെയർ ഇവിടെ നടക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ടാറ്റ കൺസൾട്ടൻസി ഉള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അത് തളാപ്പ് സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തിയത്. ഗവൺമെന്റ് വിജ്ഞാന കേരളം എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഗവൺമെന്റിന് മാതൃകയാക്കാൻ സാധിച്ചത് കോർപ്പറേഷന്റെ ജോബ് ഫെയർ ആണ്. കോർപ്പറേഷൻ മുൻകാലത്തിൽ വെച്ച് നടത്തിയ ആ ജോബ് ഫെയറിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി തോമസ് ഐസക് ഉൾപ്പെടെ ഇവിടെ വന്നു പഠിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഗവൺമെന്റ് അത് നടപ്പിലാക്കുന്നതിന് മുമ്പേ, ചിന്തിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ നടപ്പിലാക്കി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇലക്ഷന്റെ മുഖത്ത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശമ്പളം നൽകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോർപ്പറേഷൻ. ജനങ്ങളോടൊപ്പമാണ് UDF ഭരണകർത്താക്കളായ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന്
ഒരുപാട് പ്രവൃത്തി നമ്മുടെ മുമ്പാകെയുണ്ട്. പുതുതായി വരാൻ പോകുന്ന പദ്ധതികൾ ഒരുപാടുണ്ട്. നമുക്കറിയാം പഴയ ബസ് സ്റ്റാൻഡ് നവീകരിച്ചുകൊണ്ട് അവിടെ ഒരു കൺവെൻഷൻ സെന്ററും ഫുഡ് കോർട്ടും ഞങ്ങൾ അവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ എല്ലാ കാര്യവും DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടി ചെയ്തു. ടെക്നിക്കൽ കമ്മിറ്റി നാളെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിച്ചു. അതുപോലെ തന്നെ സ്റ്റേഡിയം നവീകരണം. നമുക്കറിയാം സ്റ്റേഡിയം വളരെ പൊളിഞ്ഞ് വീഴാനായി കിടക്കുന്ന സ്റ്റേഡിയം. അത് ഒരു ഭാഗത്ത് ഞങ്ങൾ ഫിറ്റ്നസ് ഇല്ലാത്ത കച്ചവടക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട രീതിയിൽ അത് നവീകരിക്കേണ്ട ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 11 കോടി രൂപയ്ക്കൊന്നും ഇവിടെ സ്റ്റേഡിയം നവീകരിക്കാൻ കഴിയില്ല. ഒരു ബൃഹത്തായ പദ്ധതി തന്നെയാണ്. ആ ബൃഹത്തായ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ പദ്ധതി കോർപ്പറേഷൻ അത് UIDF സ്കീമിൽ വെച്ച് ലോൺ എടുത്തുകൊണ്ട് കോർപ്പറേഷൻ സ്വന്തം ചെലവിൽ നിർവഹിക്കാൻ ആവശ്യമുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ DPR അതൊക്കെ ഒന്നിച്ചാണ് DPR തയ്യാറാക്കാൻ വിട്ടത്. അതോടൊപ്പം അവിടെ കളികൾ വരികയാണ്. സ്റ്റേഡിയത്തിൽ കളികൾ അന്യം പോയിട്ട് വർഷങ്ങളായി. ശ്രീനാരായണ ഫുട്ബോൾ ഫെഡറേഷൻ ഫുട്ബോളൊക്കെ നടത്തിയ സ്റ്റേഡിയത്തിൽ കേരള സൂപ്പർ ലീഗിലെ കളികൾ വരാൻ വേണ്ടി പോകുന്നു. അടുത്ത മാസത്തോടുകൂടി കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയം സജീവമാകുകയാണ്. കളികൾ കൊണ്ട് സജീവമാകുകയാണ്. ഞാൻ എല്ലാ രംഗത്തും അവിടെ ഇടപെടുകയാണ് കോർപ്പറേഷൻ. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കളികൾ വരാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾ ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സുവർണ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ആഹ്ലാദത്തിന്റെ ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. കേരള സൂപ്പർ ലീഗ് നടക്കുന്നതോടുകൂടി കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷനെ അവിടെ കളിക്ക് വേണ്ടി വിട്ടുകൊടുത്ത് KFA അവിടെ വലിയ രീതിയിൽ അവിടെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നടത്തി നല്ല രീതിയിൽ കളി വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ തോട്ടടയിൽ ഗ്രീൻ പാർക്ക് അതുപോലെ തന്നെയാണ് ഗ്രീൻ പാർക്ക് പറയാം. ഇന്ന് ഓസോൺ പാളികൾ കാരണം നമുക്ക് ഓക്സിജന്റെ കുറവൊക്കെ നമ്മുടെ ലോകത്തുണ്ട്, വ്യാപകമായിട്ടുണ്ട്. കണ്ണൂരിൽ ശുദ്ധവായു വിതരണത്തിന് കാർബൺ ന്യൂട്രാലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം കണ്ണൂരാണ് എന്നാണ് പറയുന്നത്. ആ ന്യൂട്രാലിറ്റിയെ സ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഗ്രീൻ പാർക്ക് തോട്ടടയിൽ ഗ്രീൻ പാർക്ക് അതുപോലെ ചേരോറ ട്രെഞ്ചിങ് റോഡിൽ ഗ്രീൻ ബെൽറ്റ് എന്ന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കാർബൺ ന്യൂട്രാലിറ്റിയെ സ്ഥിരപ്പെടുത്തുക, നഗരപ്രദേശം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം തെയ്യം മ്യൂസിയം. ഇന്ന് തെയ്യം പഠിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് യൂറോപ്പിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. പക്ഷെ ഒരു ഔദ്യോഗിക സംവിധാനമില്ല. അവര് ചൂഷണം ചെയ്യപ്പെടുന്നത് വിദേശികൾ. അവർക്ക് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ ആവശ്യത്തെ തുടരുന്നതെന്ന് അവർക്കറിയില്ല. അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആ ചൂഷണങ്ങളെ ഇല്ലാതായി ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ആധികാരികമായി ഒരു സ്ഥാപനം വരുമ്പോൾ, സംവിധാനം വരുമ്പോൾ അതിന്റെ ഗുണം ഈ നമ്മുടെ കണ്ണൂരിന്റെ മാത്രമല്ല കേരളത്തിന് തന്നെയാണ്. കേരള ഗവൺമെന്റിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. കണ്ണൂരിൽ ഒരു തെയ്യം മ്യൂസിയമുണ്ട്. ആ തെയ്യം മ്യൂസിയത്തിൽ ആധികാരികമായി അവിടെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ ഗവൺമെന്റിന് തന്നെ ശുപാർശ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തെയ്യം മ്യൂസിയം വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ കൺവെൻഷൻ സെന്റർ അതിനെ ഞങ്ങൾ സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ UDF സ്കീമിൽ വെച്ചിട്ടുണ്ട്. പയ്യാമ്പലത്ത് PWD ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് PWD റവന്യൂവിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വിട്ടുകിട്ടുന്നതിന് ആവശ്യമായ നടപടി 25 സെന്റ് സ്ഥലമുണ്ട്. അത് വിട്ടുകിട്ടാൻ ആവശ്യമായ നടപടി ചെയ്യുന്നത്. അതുപോലെ ഗാന്ധി സർക്കിൾ സമീപമുള്ള വ്യാപാര സമുച്ചയം നിങ്ങൾക്കറിയാം. അവരുടെ സ്റ്റേറ്റ് ബാങ്ക് അത് ഒഴിഞ്ഞു പോയി എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. 2-3 കടകൾ മാത്രമേ ബാക്കിയുള്ളവർ കേസിന് പോയത് കൊണ്ടാണ് അത് ഒഴിപ്പിക്കുന്നതോടുകൂടി അവിടെ നല്ലൊരു വ്യാപാര സമുച്ചയം ബേസ്മെന്റ് 2 ബേസ്മെന്റ് പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള വ്യാപാര സമുച്ചയം വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ ഡയപ്പർ ഇൻസിഡന്റ് നമുക്കറിയാം. ഡയപ്പറാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഡയപ്പറിന്റെ നാപ്കിനുകളൊക്കെ മാലിന്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങളെ മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തിക്കൊണ്ട് നാപ്കിനുകളുടെ ഉപയോഗം കുറക്കാൻ വേണ്ടി അതിനുള്ള പദ്ധതി വെച്ചിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്താൻ വേണ്ടി പോകുന്നു. അതോടുകൂടി പരമാവധി നാപ്കിൻ ഫ്രീ എന്ന് നമുക്ക് കോർപ്പറേഷൻ പരിചയപ്പെടാം. അതുപോലെ ഡയപ്പർ ഫ്രീ എന്ന് കൂടി പറയാൻ പറ്റാവുന്ന രീതിയിൽ ഇൻസിനേറ്റർ അതും വരാൻ വേണ്ടി പോകുന്നു. അതൊക്കെ വരുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് 70% പൂർത്തീകരിച്ചതാണ്. ഞാൻ പറഞ്ഞതൊക്കെ വരുന്ന ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ പോകുന്ന ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ ഓരോന്നായി ഇവിടെ വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ ഗ്രാമീണ റോഡുകൾ, സ്മാർട്ട് റോഡുകളാകുമ്പോൾ അതായത് കളക്ടർ ക്യാമ്പ് ഓഫീസിന് മുൻവശമുള്ള റോഡ് തടാപ്പമ്പലം വരെ സ്മാർട്ട് റോഡാകുമ്പോൾ അവിടെ കേബിളുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയായി കൈവരി സ്ഥലത്തുകൊണ്ട് ആംപ്ലിഫിക്കേഷൻ പ്രവൃത്തി നടക്കുന്നത് പോലെ മറ്റു രീതിയിൽ സ്മാർട്ട് റോഡ് ഇവിടെ CH സർക്കിൾ മുതൽ കണ്ണൂർ സിറ്റി വരെയുള്ള റോഡ്, ഇതുവഴി പറഞ്ഞ റോഡ്, അതൊക്കെ മുനീശ്വരൻ കോവിൽ മുതൽ SN പാർക്ക് വരെയുള്ള റോഡുകളൊക്കെ സ്മാർട്ട് റോഡാക്കാനുള്ള പദ്ധതി. അതോടൊപ്പം
ബഡ്ജറ്റ് പ്രഖ്യാപിച്ച ഒരു വാർഡിൽ ഒരു ഗ്രാമീണ റോഡ് എന്ന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ വരുന്ന ഭരണസമിതിക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ മനസ്സിലുള്ള വലിയ ആഗ്രഹമാണ്. കാരണം ചാല മുതൽ പുതിയ തെരുവ് വരെ വലിയ ഒരു സ്മാർട്ട് റോഡ് വേണമെന്ന്. പക്ഷേ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ല. അതിന് ഇവിടുത്തെ MLA-മാർ 2 MLA-മാർ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഭാഗമാണ്. അതുപോലെ KV സുമേഷ് MLA-ഉണ്ട്. അതിലെ നമ്മുടെ ബഹുമാന MP ഉണ്ട്. 3 പേരോടും സംസാരിച്ച വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്മാർട്ട് റോഡ് ഈ 3 ജനപ്രതിനിധികളും കോർപ്പറേഷനോട് ചേർന്ന് നിന്നാൽ ചാല മുതൽ പുതിയ തെരുവ് വരെ ഒരു സ്മാർട്ട് റോഡ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റും. അത് ബഹുമാനപ്പെട്ട MP-യോട് മന്ത്രിയോടൊക്കെ സംസാരിച്ചത് അവർക്ക് അതിന് തയ്യാറായിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ അത് വരുന്ന ഭരണസമിതിയുടെ മുമ്പാകെ വെച്ചുകൊണ്ട് അതിലൊക്കെ തുടക്കം കുറിച്ചുകൊണ്ടാണ്. പലതും 70% പൂർത്തീകരിച്ചിട്ടുണ്ട്, പലതിനും തുടക്കം കുറിച്ചിട്ടുണ്ട്, പലതും 20% മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ വരുന്ന ഭരണസമിതിക്ക് അവരുടെ കാലയളവിൽ 1 or 2 വർഷം കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ ചാരകാർത്ഥത്തോടെയാണ് ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാകുന്ന വലിയ സംതൃപ്തിയുണ്ട്. ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. ആകെ പറയാൻ കഴിയുക പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. അത് എല്ലാ റോഡുകളും കോർപ്പറേഷന്റെ തന്നെ എന്നുള്ളതാണ്. ഇത് പലരും PWD കോർപ്പറേഷൻ മുമ്പിലുള്ളത് PWD റോഡാണ്. മുനീശ്വരൻ ഗവൺമെന്റ് ഉള്ളത് PWD റോഡാണ്. അങ്ങനെ ഒരുപാട് റോഡുകൾ PWD അങ്ങനെ മധ്യത്തിൽ തന്നെ PWD റോഡുകളുണ്ട്. അത് PWD യഥാസമയം ശരിയാക്കുന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഞങ്ങൾ അതൊക്കെ കുഴിയെടുക്കാൻ ആവശ്യമായ പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രാമപ്രദേശ മറ്റു വാർഡുകളിലെ റോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ടെൻഡർ വിളിച്ച് എഗ്രിമെന്റ് വെച്ചു. പ്രവൃത്തി തുടങ്ങാനിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥ വലിയ പ്രശ്നമാണ്. മഴ കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പലതും ഞങ്ങൾ നിർബന്ധം കൊണ്ട് പല കരാറുകാർ പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സന്റെ മോഡലിൽ പ്രവൃത്തി നമ്മൾ നിർബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. മഴ കാരണം അത് കൂട്ടിക്കൊടുഞ്ഞ് രണ്ടാമതും അത് കിട്ടാതെ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മഴ മാറിയാൽ ഉടനെ ഒരു തടസ്സവുമില്ല, കലക്ഷൻ തടസ്സമില്ല. എഗ്രിമെന്റ് വരെ വെച്ച കാര്യമായതുകൊണ്ട് ആ പ്രവൃത്തികളൊക്കെ ഞങ്ങൾ നവംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങിക്കൊണ്ട് അതൊക്കെ ഈ നവംബർ മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ ആത്മവിശ്വാസത്തോടെ എതിരാളികൾക്ക് പറയാനൊന്നുമില്ലാതെ നുണപ്രചരണങ്ങൾ മാത്രമേ പറയാനുള്ളൂ, നുണപ്രചരണങ്ങൾ മാത്രം പറയാൻ കഴിയൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഈ കോർപ്പറേഷൻ പണിയിറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വലിയ ചാർജുകാരുടെ നമ്മുടെ കോർപ്പറേഷന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ കൗൺസിലർമാർ ഉൾപ്പെടെ എല്ലാവരും വളരെ ആത്മസംതൃപ്തിയോടെ പണിയിറങ്ങാൻ പോകുന്നു എന്ന സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും നന്ദി പറയാൻ ചോദിക്കാം. അല്ല, അതിന് എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നതോട് അവർ മലർന്ന് കിടന്നാണോ തുപ്പുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ചേലോറ ഡ്രഡ്ജിങ് അവരുടെ പ്രശ്നം എന്താണ്? അവർക്ക് കൊള്ളയടിക്കാൻ സാഹചര്യം ഒരുക്കാത്തതാണോ അവരുടെ പ്രയാസം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്? കാരണം നേരത്തെ ചെയ്ത സോണ്ട കമ്പനി 6.5 കോടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ 6.5 കോടിക്ക് ബയോമൈനിങ് ടെൻഡർ എടുത്താണ്. പിന്നീട് അവര് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, 21 കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിവേഴ്സൽ എസ്റ്റിമേറ്റിന് വേണ്ടി ഞങ്ങൾക്ക് അപേക്ഷ തന്നപ്പോഴാണ് ഞങ്ങൾ പുതിയ ടെൻഡർ വിളിച്ചത്. ആ ടെൻഡർ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഓപ്പൺ ടെൻഡറാണ് വിളിച്ചത്. സർക്കാരിന്റെ അനുമതി വാങ്ങി ഓപ്പൺ ടെൻഡർ വിളിച്ചു. രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്ക്, അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് ക്യൂബിന് ശുചിത്വ മിഷന് പറഞ്ഞത് 1350 രൂപയാണ് ഒരു ക്യൂബിന് പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ 680 രൂപയ്ക്ക് ഏറ്റെടുത്ത കമ്പനിക്ക് കൊടുത്തത് അഴിമതി എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? പൈസ കൂടുതൽ കൊടുത്തെങ്കിൽ അഴിമതി പറയാൻ പറ്റും. കുറഞ്ഞ നിരക്കിൽ കൊടുത്തതിന് അഴിമതി എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? യഥാർത്ഥത്തിൽ ഇത് സോഡ കമ്പനി എന്താണെന്ന് ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഇടതുപക്ഷ നേതാവായ വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവിന്റെ കമ്പനിയാണ് സോഡ കമ്പനി. ആ സോഡ കമ്പനി എവിടെയും പ്രവൃത്തി ചെയ്തിട്ടില്ല. അതിന് കമ്പനി രൂപീകരിച്ചു, സബ്കോൺ ആക്ട് കൊടുക്കലാണ്. ബ്രഹ്മപുരത്തെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ കൊള്ളയടിക്കാനുള്ള സാഹചര്യം അവർക്ക് കൊടുക്കാത്തതാണോ അഴിമതി എന്ന് പറയുക? ഇടതുവശത്തിന്റെ ആളുകൾക്ക്, അവരുടെ നേതാക്കന്മാർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി
അവിടുത്തെ പദ്ധതികൾ വഴി കൊള്ളയടിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പൊതുമുതൽ കൊള്ളയടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണോ ഇവിടെ അഴിമതിയുമായത്? ഒരിക്കലും അത് എന്ത് വിരോധാഭാസം, അത് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ കൃത്യമായി പറയേണ്ടതായിരിക്കുന്നു. എങ്ങനെയാണ് അത് അഴിമതി എന്ന് പറയാൻ കഴിയുക? നിനക്ക് കൂടുതൽ കുറച്ചിന് കൊടുത്തതിന് അഴിമതി എന്ന് പറയാൻ കഴിയും. ആ കുറഞ്ഞ നിരക്കിന് കൊടുക്കുകയും അവർ പ്രവർത്തി തുടങ്ങുകയും എന്നാൽ അവര് പറഞ്ഞ മെഷർമെന്റ് ചെയ്ത് കൊടുത്ത തുക, ആ തുക അതില് 1.17 കോടി രൂപ അധികം കൊടുത്തു എന്നാണ് CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല, പാർട്ടി ബില്ലാണ്. പക്ഷേ അധിക തുക കൊടുത്തു എന്ന് CAG റിപ്പോർട്ട് ചെയ്ത ഉടനെ കമ്പനിയെ ഞങ്ങൾ ബന്ധപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ മെഷർമെന്റ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മുഖാകെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളത് റീസർവേ നടത്തി, ഡ്രോൺ സർവേ നടത്തി. ആ ഡ്രോൺ സർവേ പ്രകാരം അവര് മാലിന്യം നീക്കിയത് കുറവാണ്, അടിയന്തരമായി ബാക്കി ഭാഗങ്ങൾ നീക്കേണ്ടിയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവര് ആ വിഷയത്തിൽ നിന്ന് പിന്മാറുകയും അത് ഈ ബയോമൈനിങ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. ഉടനെ ഞങ്ങൾ ഇടപെടുകയും ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഞങ്ങൾ അവരുടെ ആസ്തി പങ്കുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. 1.17 കോടി രൂപക്ക് ഇരട്ടിയിൽ 2.5 കോടി രൂപയോളമുള്ള അവരുടെ ആസ്തികൾ നമ്മൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. അതിനെതിരെ അവർ കോടതിയിൽ പോയി അവരെ അനുകൂല നിലപാട് വാങ്ങിയിട്ടുള്ളൂ. തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പലരും കൂടെ ഇടപെടുന്നുണ്ട്, വണ്ടി ഇട്ട് കൊടുക്കാൻ പലരും ഇടപെടുന്നുണ്ട്. അതിലൊക്കെ പിറകിലാരാണ്? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പണങ്ങൾ സുതാര്യമായി പോകാൻ ആരെയും ഇവിടെ കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ഈ ഭരണസഭയുടെ കർശന തീരുമാനത്തിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആ വണ്ടികൾ അടപ്പിടിച്ചത്. പിന്നെ അതെങ്ങനെ അഴിമതി എന്ന് പറയാൻ സാധിക്കും? തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പീൽ അതിന്റെ തീരുമാനം വരട്ടെ, ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വരട്ടെ. തീരുമാനം വന്നാൽ അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കോടതി ഇടപെട്ടാൽ കോടതി തീരുമാനത്തിനനുസരിച്ച് ചെയ്യാനാണ്. ഞാൻ വന്ന ഉടനെ തന്നെ അത് അപ്പീൽ പോലെ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറെ ഇടപെടലുകൾ, അത് ഇടപെടലുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വലിയ ഈ യുദ്ധത്തിലേക്ക് നയിക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇടതുവശത്തെ പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. നിലപാടുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ നിലപാടുകളുടെ ഭാഗമായിട്ടൊക്കെ ഞങ്ങൾ നീങ്ങുകയാണ്. അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീൽ കൊടുക്കുന്ന സംബന്ധം അതിന് മുന്നേ പിറ്റേന്ന് തന്നെ ഞങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി അപ്പീൽ കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും ഒരു വിഷയമില്ല. അഴിമതി എന്ന് പറയാൻ ഒരു ലെവലേഷമില്ല. അതിനൊക്കെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അത് ഫീൽഡ് മെഷർ, അതിൽ യഥാർത്ഥത്തിൽ അളവ് ഫീൽഡ് മെഷർ തന്നെയാണ് സാങ്കേതികമായി അംഗീകരിക്കുക എന്ന് CAG പറഞ്ഞിട്ടുണ്ട്. അത് ആ ഓഡിറ്റ് പെട്ട ആ ഓഡിറ്റ് ഫീൽഡ് മെഷറിംഗ് ആണ് പിന്നെ സത്യസന്ധമായിട്ടുണ്ട്. അതാണ് ഔദ്യോഗികമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡ്രോൺ സർവേക്കാളും ഫീൽഡ് മെഷർ തന്നെയാണ് പ്രായോഗികമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്തിട്ടുണ്ട്. തൃക്കരിപ്പൂർ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ഡ്രോൺ സർവേ നടത്തിയ കോളേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫീൽഡ് മെഷറിംഗ് ചെയ്യാൻ സംവിധാനമില്ല. അവർ തന്നെ നിർദ്ദേശപ്രകാരമാണ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്തിട്ടുള്ളത്. അത് അതിന്റെ ഭാഗമായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നടന്നു വരുന്നത്. അതിനൊന്നും ഒരു ഇടപെടലില്ല. അവർ ഫീൽഡ് മെഷറിംഗ് ചെയ്യട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഭാഗമായി സമർപ്പിക്കട്ടെ. ഡ്രോൺ സർവേ പ്രകാരമുള്ള അളവ് വെച്ച് തന്നെയാണ് കരാറുള്ളത്. പക്ഷെ അതിന് മുന്നേ ഒരു ഫീൽഡ് മെഷർമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആധികാരികം കിട്ടാൻ വേണ്ടി ഡ്രോൺ സർവേ നടത്തിയതുമാണ്. അത് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് നടത്തിയത്, നമ്മളൊന്നുമല്ല. അല്ലല്ല, സ്ഥാപനങ്ങൾക്കും കൊടുക്കണം, വീടുകൾക്ക് മാത്രമല്ല. അതായത് സ്വന്തമായി ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കാൻ കഴിയാത്ത 2000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. അതെ അതെ അതെ, കൊടുക്കാൻ പാടില്ല. അത് ആദ്യഘട്ടത്തിൽ 1-2 സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരുന്നു. കാരണം ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി പ്ലാന്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. അത് ഈ കണക്ഷൻ, ഹോം കണക്ഷനും
മറ്റു കളക്ഷനും വരുന്ന മുറക്ക് അത് ഒഴിവാക്കാൻ, അതുമായി ബന്ധപ്പെട്ട് കളക്ഷൻ നീക്കാൻ ഈ പറഞ്ഞ 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അവർ ഒഴിവാക്കിയിട്ടുമുണ്ട്. അങ്ങനെ തുടർന്ന് എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരെ നിയമപരമായ നടപടി ചെയ്യും. അതൊരു റൺ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത ഞങ്ങൾ കൗൺസിൽ എടുത്ത തീരുമാനത്തിന് ഭാഗമായി കൊടുത്താൽ അത് താൽക്കാലികമാണ്, ഇതൊരിക്കലും പെർമനന്റ് അല്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞു ഹോം കളക്ഷൻ നടന്നു വരുന്നു. പല വീടുകളും അത് തയ്യാറാവുന്നതിന് വലിയ പ്രയാസമുണ്ട്. കുട്ടികൾ അത് ഓടയിൽ ഒരുക്കിയ ഒരു ശീലമായി പോയി. അപ്പൊ സൗജന്യമായിട്ട് ഓടയിൽ ഒരുക്കാമെന്നുള്ള ചിന്തയിൽ ആളുകൾ അതിന്റെ ഭാഗമാകുന്നതിന് വലിയ പ്രയാസമുണ്ട്. പക്ഷെ കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചെയ്യാൻ അവരത് വെച്ചിട്ടാണ് കളക്ഷനൊക്കെ ചെയ്യുന്നത്. അതിന്റെ കാലാവധിയുണ്ട്. ആ കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. TDLCക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം TDLC ഇവര് ONMല് എമൗണ്ട് പറഞ്ഞിട്ടില്ല. എമൗണ്ട് പറയാത്തത് കൊണ്ടാണ്. കാരണം അത് ഞങ്ങൾ ഓൾ ഫണ്ട് വെച്ചിട്ടാണ് ONM നടത്തേണ്ടത്. അത് ഈ പദ്ധതിയുടെ ഭാഗമായി ONM കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിലും കൃത്യമായി എമൗണ്ട് പറയേണ്ടതാണ്. പക്ഷെ കമ്പനി ആ എമൗണ്ട് പറയാത്തതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ടെൻഡർ വിളിക്കേണ്ടി വന്നു. അതോടൊപ്പം ആ കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ONM ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചിട്ടുണ്ട് ചെയ്യുന്നതിന് മുമ്പേ. പക്ഷെ അവര് വലിയ തുക ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ONMലേക്ക് പോയത്. വളരെ കുറഞ്ഞ നിരക്കിന് ONM കമ്പനി ഈ TDLCC തന്നെ അവരുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത ബ്രക്ക് എന്ന കമ്പനിയാണ് അതിന്റെ ONM നടത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ONM വെക്കുന്നത് വരെ ഇതിന്റെ പ്ലാനിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത് TDLCC തന്നെയാണ്. ആ കമ്പനി ചെയ്യുന്നുണ്ട്. അവരെ തൊഴിലാളികൾ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് കോർപ്പറേഷന്റെ വിഷയമാണ്, അവിടെ അഴിമതി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാകും. സെക്രട്ടറി ഉൾപ്പെടെ CPMന്റെ ജില്ലാ സെക്രട്ടറി വിളിക്കുമ്പോഴേക്കും സെക്രട്ടറി ഓടിച്ചെന്ന് അവിടെ പോയി പബ്ലിക്കിലൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ട, അതുപോലെ കോർപ്പറേഷനെതിരെ അവർ വല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, രാഷ്ട്രീയമാണ്. അതിനൊന്നും നമുക്ക് കൂടുതൽ പറയാറില്ല. രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവര് ഇത്തരം ഇടപെടലുകൾക്ക് നടത്തും. സെക്രട്ടറിയെ അവര് ഭീഷണിപ്പെടുത്തും. സെക്രട്ടറി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംഘടനകൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സെക്രട്ടറിയെ ഇവിടെ ബന്ധപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ് രാഷ്ട്രീയപരമായി. അദ്ദേഹം ആ രാഷ്ട്രീയത്തിന് നിൽക്കണം എന്നുള്ള സമ്മർദ്ദത്തിന് ഭാഗം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തെ ജോലി ചെയ്യാൻ വിടുന്നില്ല. സത്യസന്ധമായി ജോലി ചെയ്യാൻ ഇവർ വിടുന്നില്ല, അവരിടപെടുന്നു. അത് വലിയ കാര്യമാണ്. സെക്രട്ടറി വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സെക്രട്ടറിയെ മേലുദ്യോഗസ്ഥരെ വിളിച്ച് നിർബന്ധപൂർവ്വം സെക്രട്ടറി ഭീഷണിപ്പെടുത്തി മന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമ്പോൾ സെക്രട്ടറിക്ക് പോകേണ്ടി വരില്ലേ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രി വിളിച്ച് ആ പ്ലാനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയുടെ ഓർഡർ സെക്രട്ടറിക്ക് അനുസരിക്കേണ്ടി വരില്ലേ? അപ്പോ ആ രീതിയിൽ സെക്രട്ടറിയെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇവിടെ കൃത്യമായ രാഷ്ട്രീയം മന്ത്രിയുടെ നേതൃത്വത്തിൽ, ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷനെതിരെ കൃത്യമായ രാഷ്ട്രീയം ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പാവങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അജണ്ട വെച്ചുകൊണ്ട് ചെയ്യുന്നു. ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നിരന്തരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം നമ്മുടെ AXA പോലും ഇത് ട്രാൻസ്ഫർ ആക്കി. നമ്മൾ ബന്ധപ്പെട്ട ഒരു AXA പോലും ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരെയാണ് മാറ്റിയെന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാണ് പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ 70% ബഡ്ജറ്റ് തുക ചെലവഴിക്കേണ്ട എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഓവർസിയർമാരെ, എഞ്ചിനീയർ AE-മാരെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ, EE-മാരെ, എല്ലാവരും SE-മാരെ, സൂപ്രണ്ടന്റന്മാർക്കും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്രട്ടറിമാരെ തന്നെ ഈ കൊല്ലത്ത് എത്ര സെക്രട്ടറിമാരെ മാറ്റി. അങ്ങനെ ഒരാളെ കൊണ്ടുവരും. അപ്പൊ അവര് ഇവർക്ക് പറയുന്നത് പോലെ നിൽക്കുന്നത് പോലെ അവരെ മാറ്റും. ഈ ഇപ്പൊ തന്നെയുള്ള സെക്രട്ടറി തന്നെ ഒരു ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത അദ്ദേഹത്തെ മാറ്റി വേറൊരു സെക്രട്ടറിയെ കൊണ്ടാണ്. അവരും അവരെ കണ്ടു നിൽക്കാതെ അവരെ മാറ്റി. ഇപ്പൊ മാറ്റാൻ കഴിയില്ല. ഇലക്ഷൻ ഡിക്ലെയർ മാറ്റാൻ കഴിയാത്തതുകൊണ്ട് സെക്രട്ടറിയെ ഇപ്പൊ ചക്രശാസ്ത്രം പഠിപ്പിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം ഇന്ന് CPM ജില്ലാ സെക്രട്ടറി മേയറെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചിട്ടുണ്ട്. മരക്കാർകണ്ടിയിലെ പ്ലാനുമായി ബന്ധപ്പെട്ട് 40 കോടിയുടെ ആ പദ്ധതി, അതിൽ കരാറനുസരിച്ച് അഴിമതിയുണ്ട്. ആ കരാറുകാരന്റെ ദൂതൻ LDF ഇതിനെ കൗൺസിലിലും മറ്റും എതിർത്തപ്പോൾ നിയന്ത്രണക്കുറിപ്പ് നൽകിയപ്പോൾ തന്നെ കാണാൻ വന്നു.
കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മേയർക്ക് എത്ര കൊടുത്തു എന്ന് ചോദിച്ചു. ആ തുക പറഞ്ഞു, അതിന്റെ ശതമാനം പറഞ്ഞു. അത് കേട്ട് ഞെട്ടിപ്പോയി ഞാൻ എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോ വലിയ അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം, ആ കരാർ നടക്കാൻ പോകുന്നില്ല എന്ന് KK രാഗേഷ് പറയുകയാണ്. അഴിമതി തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു STPA എന്റെ വിഷയമാണ്. STPA എന്നുള്ളത് നിർബന്ധമായും നടക്കേണ്ട സംഗതിയാണ്. ഗവൺമെന്റ് പ്രൊജക്റ്റാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് പ്രൊജക്റ്റാണ് STP. ദ്രവമാലിന്യ സംസ്കരണ രംഗത്ത് ഞങ്ങൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ വാട്ടർ അതോറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. വാട്ടർ അതോറിറ്റി ആണ് ഇതിന്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വാട്ടർ അതോറിറ്റി ഇത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോയിട്ട് വർഷങ്ങളായിട്ടും ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഫിനാൻസ് ഗ്രാന്റ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൗൺസിൽ തീരുമാനിച്ച് ഓപ്പൺ ടെൻഡറിലേക്ക് പോയിട്ടുണ്ട്. അത് ഓപ്പൺ ടെൻഡറാണ്, ആർക്കും പങ്കെടുക്കാം. ഇതെങ്ങനെയാണ് പ്രത്യേക കരാറുകാരനെ വിളിക്കാൻ കഴിയുക? കരാറെടുത്ത് ആരാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക? കരാറെടുത്ത് കഴിഞ്ഞും പിന്നീട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SLT സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ SLTC മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ കഴിയാത്ത കാലത്തോളം ഞങ്ങൾക്ക് അത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ SLTC മീറ്റിംഗിൽ തീരുമാനങ്ങൾ നമ്മുടെ മുമ്പാകെ വന്നിട്ടില്ല. ആ തീരുമാനം വരാതെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രവൃത്തി നടത്തുമ്പോൾ എങ്ങനെയാണ് അഴിമതി എന്ന് പറയാൻ കഴിയുന്നത്? ഇവിടെ എല്ലാവർക്കും എതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്, കമ്മീഷൻ പറയുകയാണ്. ഇവിടെ കമ്മീഷൻ കൂടുതൽ കമ്മീഷനൊക്കെ പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിയും. അങ്ങനെ പ്രവൃത്തികൾ നടത്തുന്നത് കമ്മീഷന് വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവർക്കിടെ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുക, പദ്ധതിയിൽ ഇടങ്കോലിടുക, ഇതൊക്കെ ഇവർക്ക് കിട്ടാൻ വേണ്ടി, അങ്ങനത്തെ സോഡ കമ്പനിക്ക് കിട്ടാത്ത വെപ്പറാണ്. അതുപോലെ IRTC എന്ന സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കമ്പനിക്ക് കിട്ടാത്ത വെപ്രാളം, ആ വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് അക്രഡിറ്റ് ഏജൻസി വഴി ടെൻഡർ വിളിച്ചാൽ മതി എന്നുള്ളതാണ്. അക്രഡിറ്റ് ഏജൻസി വഴി ടെൻഡർ വിളിക്കുമ്പോൾ നല്ല കമ്പനികൾ വരണമെന്നില്ല. ഇവിടെ IRTC പോലുള്ള ഇത്തരം സംവിധാനങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ IRTC മാത്രമേ അക്രഡിറ്റ് ഏജൻസി ആയിട്ടുള്ളൂ എന്നാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെതാണ് ഇത്തരം സംവിധാനങ്ങൾ. നമ്മുടെ FSTP അത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അക്രഡിറ്റ് ഏജൻസി വഴി ഇവർക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും ഇവരുടെ ആളുകൾക്കും കൊള്ളയടിക്കാൻ വേണ്ടി വലിയ പദ്ധതികൾ വെച്ച് ഇവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടി അവസരങ്ങൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട്. കാരണം ഞങ്ങൾ കൊള്ളക്ക് നിന്നാൽ നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ മോശം. അതാണ് ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് സോണ്ടൊക്കെ കൊടുക്കാത്തത് കൊണ്ട് TO മോഹൻ അഴിമതിക്കാരൻ. ഇപ്പോ ഓപ്പൺ ടെൻഡർ വിളിച്ചതുകൊണ്ട് അതൊന്നും ആയിട്ടില്ല. ടെൻഡർ വിളിച്ച് എന്റെ നടപടിക്രമങ്ങളൊക്കെ ആളുകളെ അവസ്ഥ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോ ഇല്ല, അതൊക്കെ അടുത്ത ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതിന്റെ SLTC അംഗീകാരം ലഭിച്ചിട്ടില്ല. SLTC അംഗീകാരത്തിൽ അടുത്ത ഭരണസമിതിയുടെ കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഈ ചെറിയ കാലയളവിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തി ഒരിക്കലും തുടങ്ങി വെക്കാൻ പോലും കഴിയില്ല. അതിന്റെ ഈ ഫിനാൻസ് ഗ്രാന്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ടെൻഡറെങ്കിലും വിളിച്ചിട്ടുണ്ട്, നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷന് കത്തെഴുതി കൂടെ ഞങ്ങളെ ഫിനാൻസ് ഗ്രാന്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നേക്കും. ഇത് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്കറിയാം, ടെക്നിക്കൽ എററാണ്. അത് STP 40 കോടിയല്ല, അത് വാട്ടർ അതോറിറ്റിയുടെ 127 കോടിയുടെ അമൃത് പ്രൊജക്റ്റാണ്. ഫിനാൻസ് ഗ്രാന്റ് അത് ടെക്നിക്കലായിട്ടുള്ള എററാണ്. അത് എറർ സംഭവിച്ച ഉടനെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ ടെൻഡർ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ടെൻഡർ വിളിച്ചത്. മനഃപൂർവ്വമല്ലല്ലോ, അങ്ങനെയൊക്കെ ക്യാൻസൽ ആക്കേണ്ട ആവശ്യമില്ല. അത് ഉടനെ ക്യാൻസൽ ആക്കുകയും ആ ക്യാൻസലാക്കിയത് പ്രകാരം പുതിയ ടെൻഡർ വിളിക്കുകയും കൃത്യമായി പ്രീബിഡ് മീറ്റിംഗ് വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രീബിഡ് മീറ്റിംഗിൽ 6 കമ്പനി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെൻഡറിൽ തന്നെ 2 കമ്പനി പങ്കെടുത്തു. ഞങ്ങളെ വെച്ച ക്രൈറ്റീരിയകൾ പ്രകാരം
കിട്ടിയ കമ്പനിക്ക് ഞങ്ങൾ പിന്നെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി SLDCക്ക് കത്തയച്ചു. ഇത് പ്രകാരം ടെൻഡർ പ്രകാരം ഇന്ന കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. ആ കമ്പനിക്ക് നമുക്കിനി ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണം. ഇതിന് ടെക്നിക്കൽ സാങ്ഷൻ തരേണ്ടത് 2.5 കോടിക്ക് മേലുള്ള പ്രവൃത്തി ടെക്നിക്കൽ സാങ്ഷൻ തരുന്നത് ചീഫ് എഞ്ചിനീയറാണ്. അതിന് നമുക്ക് അതൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്, പ്രവൃത്തികൾ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിലിങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അതന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ സോഡ കമ്പനിക്ക് കൊള്ളയടിക്കാൻ വേണ്ടി അവരുടെ വൈക്കം മിഷന്റെ മകളുടെ ഭർത്താവിന് കമ്പനിക്ക് കൊടുക്കാത്തതിന് ഈ IRTCയുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് LDFന്റെ ആളുകൾക്ക് വർക്ക് കിട്ടാത്തത്, കൊള്ളയടിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടുണ്ടാക്കുന്ന വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ്. കുഴികളടക്കാൻ ആവശ്യമായ ടെൻഡർ നടപടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴയത്ത് ടാർ ചെയ്യുക അങ്ങനെ ഒരു സംവിധാനം ഇവിടെ കേരളത്തിലിരിക്കാം. മഴയത്ത് ടാർ ചെയ്യുന്ന സംവിധാനം അല്ലെങ്കിൽ മഴ പെയ്യാൻ നമുക്ക് പറയാനും കഴിയില്ല, അല്ലെങ്കിൽ വെള്ളയില്ലാത്ത മഴ പെയ്യാനും കഴിയില്ല. അപ്പം മഴ ഒന്ന് ഒതുങ്ങിയാലുടനെ ആ കാര്യങ്ങൾ ചെയ്യും. അതിന് നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ സംസാര മധ്യേ കാര്യങ്ങൾ പറഞ്ഞതാണ്. അമൃത് 2 പദ്ധതിയാണ് ഇത്. അമൃത് 2 പദ്ധതിയാണ്. 2026 ഡിസംബറാണ് കാലാവധി. അമൃത് 2 ഈ പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞത്. അമൃത് 2 എന്നുള്ളത് ദ്രവ്യമാലിന്യ സംസ്കരണമാണ് അമൃത് 2 പദ്ധതി. അത് അമൃത് നഗരങ്ങളിൽ ഞങ്ങൾക്ക് നിർബന്ധമായി നടത്തേണ്ടതാണ്. അത് പിന്നെ അമൃത് 2 പിന്നെ 3 ഭാഗങ്ങളായിരുന്നു. ഒരു ഭാഗം സെൻട്രൽ ഗവൺമെന്റ്, ഒരു ഭാഗം സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒരു ഭാഗം തദ്ദേശ സ്ഥാപനങ്ങൾ. അമൃത് 1 അതിൽ 80% 20% മാത്രമേ ULP ഷെയറുള്ളൂ. ഇതിൽ നേരെ 3 കൈകാര്യം ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അമൃത് 2 ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ 2026 ഡിസംബറാണ് കാലാവധി. അതിൻ്റെ പ്രവൃത്തികളാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിക്കേണ്ടതൊക്കെ വരുന്ന ഭരണസമിതിയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമേ അത് പ്രവൃത്തി ഒന്നുമായിട്ടില്ല. ഇത് ഇത്തരം വികസന പദ്ധതികൾ നടക്കാൻ പാടില്ല. രണ്ടാണ് ഇതിൽ കാര്യം. അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ പാടില്ല, വികസന പ്രവൃത്തികൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കല്ല് വെട്ടി യന്ത്രത്തിനെതിരെ സമരം ചെയ്തവർ, കമ്പ്യൂട്ടറിനെതിരെ സമരം, ലാപ്ടോപ്പായിട്ട് നടക്കുന്നു, എല്ലാ കാര്യത്തിലും സമരം ചെയ്തു. ഒരു കാലത്ത് എടുക്കുമ്പോൾ MK മോഡിയിൽ ഗതാഗത മന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന എക്സ്പ്രസ് വേ, അതിനെ കേരളം 2 വെട്ടിമുറിക്കുന്നത് പറഞ്ഞവർ ഇപ്പൊ തെറ്റുകുറച്ച് വാദം പറ്റി കൊണ്ടുവന്നു. ഇവിടെ പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം എൻ്റെ നെഞ്ചിലൂടെ ഇന്ത്യയിൽ പ്രവർത്തനത്തോടെ എസ്റ്റാറുമായി അതിന്റെ അധിപനായി നിൽക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയ രംഗത്ത് സമരം നടത്തി 5ഓളം ആളുകളെ കുരുതി കൊടുത്ത ആ വിഷയം ഇന്ന് അതിന്റെ സ്വാശ്രയ സംവിധാനത്തിന്റെ വക്താക്കളായി ഇവർ മാറി എന്നുള്ളത് വളരെ വിരോധാഭാസമാണ്. ഇതൊന്നും ഇവരുടെ അണികൾക്ക് ബോധമില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇവര് വേണ്ടെന്ന് പറയും, പിന്നെ ഒരു ഘട്ടത്തിൽ വേണമെന്ന് പറയും. അങ്ങനെ ഇവിടെ കേരളത്തിലെ വികസനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം പശ്ചാത്തല മേഖലയിൽ മറ്റു മേഖലയുടെ വികസനത്തിൽ പിന്നോട്ടായിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാന കാരണം ഇവിടെ മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ്. ഇവിടെ ഭരിക്കാൻ വിടില്ല, ഇവരുടെ തെറ്റായ നയങ്ങൾ ദീർഘവീക്ഷയില്ലായ്മ, ഇവരുടെ നേതാക്കന്മാരുടെ കൊള്ളുന്ന ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഓരോ വിഷയത്തിലും എല്ലാം അഴിമതി പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പ്രവൃത്തികൾ നടത്താൻ പാടില്ല, വികസനങ്ങൾ നടത്താൻ പാടില്ല, ഒന്നുമില്ല എന്ന് എല്ലാത്തിനും അഴിമതി പറയുക അത് തന്നെയാണ്. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ വിശ്വസിച്ച് പോകും. അപ്പൊ അതിലേക്ക് പരിശീലിച്ചുകൊണ്ട് അഴിമതി ആരോഗ്യ വികസന പ്രവർത്തനം നടത്താതിരിക്കാൻ, എന്നാൽ മറുഭാഗത്ത് നിന്ന് വലിയ കൊള്ള നടത്തുകയും ഈ പല രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് വലിയ രീതിയിൽ കൊള്ള നടത്തുകയും ഒരു ഭാഗത്ത് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇവിടെ പോക്കറ്റ് എടുക്കാൻ്റെ കഥ പറയാറുണ്ട്. അല്ലെ, മറ്റേ നമ്മുടെ പരിപാടി നടക്കുമ്പോൾ ഉത്സവം നടക്കുമ്പോൾ ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് എടുക്കാറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കള്ളൻ കണ്ടു പറഞ്ഞ് ആളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പോക്കറ്റ് അടിച്ച് മാറ്റുന്ന കള്ളന്റെ പോക്കറ്റ് എടുക്കാൻ്റെ ആ നയം തന്നെയാണ് ഇവിടെ LDF ചെയ്ത് ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറി അടക്കം ചെയ്ത് കള്ളൻ എന്ന് പറഞ്ഞ് നമ്മുടെ കോർപ്പറേഷൻ വിഭാഗത്തെത്തുന്നു. മറുഭാഗത്ത് എല്ലാ കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു.
അല്ല, വ്യക്തമായ തെളിവുകളില്ല. പല കാര്യത്തിലും വ്യക്തമായി നമ്മളെ ബന്ധപ്പെട്ട സംസ്ഥാന നേതാക്കന്മാർ, UDF-ന്റെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ വളരെ വ്യക്തമായി നിയമസഭ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വ്യക്തമായി നിയമസഭയിൽ അതൊക്കെ വായിച്ചാണ്. അത് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ മാധ്യമ സുഹൃത്തുക്കാർക്കും ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ആഴ്ചക്കാലത്തോളം സൗജന്യമാണ്. അതിനുശേഷം ഞങ്ങൾ ചാർജുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ 1 മണിക്കൂറിന് 30 രൂപയാണ് എല്ലാവർക്കും ചെലവഴിക്കുന്നത്, വാങ്ങുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും അപ്പോൾ അത് നോക്കിയിട്ട് മണിക്കൂറിന് 2 മണിക്കൂറിന് 30 രൂപയാണ്. പിന്നെ അധികം നമ്മൾ അതിൻ്റെ ആഴ്ചത്തെ ട്രെയിനിങ് ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. 2 മണിക്ക് 30 നിലവിൽ എല്ലായിടത്തും പല സ്ഥലങ്ങളിലും ഉള്ളത് 2 മണിക്കൂർ. അപ്പോൾ അതേ തോതനുസരിച്ച് പിന്നീട് കൂട്ടുന്ന കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാവുന്നതാണ്. കാരണം പുതിയ സംവിധാനമാണ്, ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടണം. തീർച്ചയായും അത് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസാണ് ആവശ്യത്തിന് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നാലല്ലേ ഇത് സക്സസ്ഫുൾ ആവും. അങ്ങനെ അനധികൃത പാർക്കിങ് ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ഉദ്ഘാടനം പ്രവൃത്തി തീരാറായിട്ടുണ്ട്. ഒരാഴ്ചക്കകം തന്നെ അത് തുറന്നു കൊടുക്കാൻ സാധിക്കും. അതിന് ഈ സമയത്തിന് ഉദ്ഘാടനം പ്രഖ്യാപിക്കാൻ കഴിയും. ചെറിയ പ്രവൃത്തികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് അറ്റൻഡിൻ്റെ പണികൾ, അത് സ്ഥാപിച്ചപ്പോൾ കേടായി പോയ മോട്ടറുകൾ റിപ്പയർ ചെയ്ത പ്രവൃത്തികൾ മാത്രമേ ചെയ്ത് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പണി മുടക്കിയിട്ടില്ല. അത് കരാറ് ശരിക്കും അത് ONM TDLC കമ്പനിയാണ് പ്ലാൻ നടത്തുന്നത്. തോട്ടില് തന്നെയാണ് ശുദ്ധീകരിച്ചിട്ടാണ് തോട്ടിൽ വിടുന്നത്. ശുദ്ധീകരിക്കാതെ വിട്ടിട്ടില്ല. അങ്ങനെ തെളിവും ഹാജരാക്കാൻ കഴിയില്ല. അവർ വെറുതെ ആരോപണത്തിലേക്കാണ്. ഇല്ലില്ല, അതൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. അവിടെ ടെസ്റ്റ് ചെയ്ത് 2 തവണ ദിവസം തന്നെ 2 തവണ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിലാണ് അത് നമ്മൾ കൃത്യമായി ആ പ്ലാന്റിന്റെ ശുദ്ധീകരിച്ച് വിടുന്ന പ്ലാന്റിന്റെ പിന്നെ pH മൂല്യം കൃത്യമായി പറയുന്നത്. ആ pH മൂല്യത്തിനനുസരിച്ച് മാത്രമാണ് അത് പരിശോധിക്കുന്നത്. അത് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൻ്റെതല്ല, അത് അവിടെ ശുദ്ധീകരണം ചെയ്യുന്ന കരാറുമായി ബന്ധപ്പെട്ട അത്തരം കരാറുകാർ മാത്രമേ പണി കൊടുക്കുള്ളൂ. ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അത് ONM വ്യക്തിയോടുകൂടി അത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അത് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഞങ്ങളല്ല, അത് കമ്പനിയാണ്. അത്തരം വിഷയങ്ങൾ നമ്മളെ മുമ്പാകെ TDLCC പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ചെയ്യും. അതിനാണ് എഗ്രിമെന്റ് അവർ ടെൻഡർ വിളിച്ചു, അവർക്ക് LOA കൊടുത്തിട്ടുണ്ട്. അവര് AMC ഉണ്ട്. ആ AMC ഞാൻ പറഞ്ഞത് അത് അവര് എമൗണ്ട് പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവരോട് കത്തയക്കേണ്ടി വന്നത്. കത്തയച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ട തുക വലിയ തുകയായതുകൊണ്ട് ഞങ്ങൾ ടെൻഡർ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞതിനേക്കാൾ AMC വെക്കണം. അത് തന്നെയാണ്. അത് വെച്ചിട്ടില്ല. അതിന് അവർ തുക പറയാത്തത് കൊണ്ട് AMC എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ തുക രേഖപ്പെടുത്താത്തത് കൊണ്ട് അതിൽ തുക പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ടെൻഡറിലേക്ക് പോകേണ്ടി വന്നത്. ആ തുക പിന്നീട് ആവശ്യപ്പെട്ടപ്പോൾ എത്ര വലിയ തുക പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ നടപടിക്രമമായ കൗൺസിൽ വെച്ച് അംഗീകരിച്ചിട്ട് ടെൻഡറിലേക്ക് പോയത്. അവരാവശ്യപ്പെട്ടതിനേക്കാൾ അത്രയും കുറവ് തുകയ്ക്കാണ് ടെൻഡറിലേക്ക് പോയിട്ടുള്ളത്. വർക്കെടുക്കാൻ ഏത് വർക്കെടുക്കാനാണ് വെച്ചിട്ടുണ്ട്. AMC ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അത് AMC പണി പൂർത്തിയായതിനു ശേഷം വീണ്ടും സപ്ലിമെന്ററി എഗ്രിമെന്റ് പ്രകാരമാണ് AMC പോകേണ്ടത്. ആ സമയത്താണ് ഇവര് തുക രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥപ്പെടുത്തിയിട്ട് അതിനെ കത്തയച്ചു. ആ കത്തിൽ അവർ ആവശ്യപ്പെട്ട തുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ കൗൺസിൽ നടപടിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാ അഴിമതിയാണത്? അതെങ്ങനെയാ വരാം?
ടെൻഡർ വിളിച്ച് അവർക്ക് വീണ്ടും നമ്മൾ വീണ്ടും ടെൻഡർ കൊടുക്കണ്ടേ? അതെ, വിളിച്ചല്ലോ, കുറച്ചിട്ടല്ലേ വിളിച്ചത്. അത് അവര് 3 കോടി രൂപയോളം AMCക്ക് വേണമെന്ന് പറയുമ്പോൾ അതിനെ കുറഞ്ഞ 5 വർഷത്തേക്ക് അതിനേക്കാൾ കുറഞ്ഞ തുകക്കാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുമ്പോൾ എങ്ങനെ അഴിമതിയാണ്? കൂടുതൽ തുകക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിമതി എന്ന് പറയാം, കുറഞ്ഞ തുക കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അഴിമതിയാവുക? അതൊക്കെ ഞങ്ങൾക്കറിയില്ല, ആക്ഷേപങ്ങളാണ്. ആർക്കും എന്തും പറയാമെന്നുള്ളതാണ്. തെളിവില്ല, ഉണ്ടയില്ല, വെടിവെച്ച് മറുപടി പറയാൻ കഴിയില്ല. സെക്രട്ടറി സംബന്ധിച്ച് എനിക്കറിയില്ല, അത് സെക്രട്ടറിയോട് ചോദിക്കാം. നിങ്ങൾക്ക് സെക്രട്ടറി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സെക്രട്ടറിയോട് ചോദിച്ചത്. അങ്ങനെ സെക്രട്ടറി ബന്ധപ്പെട്ട സെക്രട്ടറി അങ്ങനെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. കൊടുത്തോട്ടെ, അതല്ല, അതിലെന്താണെന്ന് അറിയോ, ഇതിന് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൗൺസിൽ തീരുമാനപ്രകാരം 10-20 സ്ഥാപനങ്ങളെ നമ്മൾ വീടുകളിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന മാലിന്യ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതിൽ ഇത്ര ക്വാണ്ടിറ്റി വെള്ളം വേണം എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്ലാന്റിന്റെ ആളുകൾ ഇത്ര ഉണ്ടായാൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുക. അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കൗൺസിൽ തീരുമാനമെടുത്തിട്ടാണ് കുറച്ച് ആളുകളെ നമ്മൾ അനുവാദം കൊടുത്തത്. നമ്മൾ തന്നെ നിർബന്ധിച്ച് അവരെ ചേർത്തതാണ്. അതിനുശേഷം നമ്മൾ വീടുകളിൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം അവരോട് ഡിസ്കണക്ട്, അത് ആ കണ്ടീഷനിലാണ് അന്ന് അവർക്ക് കൊടുത്തത്. അപ്പൊ അവർ ഡിസ്കണക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അതെങ്ങനെ അഴിമതിയാവുക? ഒരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അന്ന് മന്ത്രി അടക്കം ഉൾപ്പെടെയുള്ള ആളുകൾ പണി പൂർത്തീകരിച്ചു, പ്രവൃത്തി എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുള്ള നിർബന്ധം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പഴയ മേയർ പലതവണ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും അത് തന്നെ നിങ്ങൾ ആവർത്തിക്കുന്നതിൽ എന്താണെന്നല്ല, ഒരു CPMന്റെ സെക്രട്ടറി പോയിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോയി മറുപടി പറയേണ്ട ആവശ്യം നമുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് അർഹതപ്പെട്ട മറുപടിയും അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അതിന്റെ ബോധ്യവുമുണ്ട്. അപ്പൊ പിന്നെ ഒരു CPMന്റെ സെക്രട്ടറി തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് കുറെ കോലാഹലങ്ങൾ അയാൾ നടത്തി. ഇപ്പൊ കണ്ടില്ലേ, പഴയ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ പോയി കുറെ നാടകങ്ങൾ കളിച്ചു. വീണ്ടും പോയി ഇനിയും വേറെ നാടകം വരും. നിങ്ങൾ കണ്ടല്ലോ, ഒരു റീൽസ് ഇറക്കുകയാണ്. ഒരു ആള് ബസ് ഇറങ്ങി പോകുന്നു, ടോയ്ലറ്റ് അന്വേഷിച്ച് പോകുന്നു. അന്ന് അവര് മാന്യമായിട്ടുള്ള ഒരു റീൽസ് ഇറക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചെയ്യണമെന്ന് അറിയോ, ആ ടോയ്ലറ്റിന്റെ ഉള്ളിൽ കണ്ട കാഴ്ചകൾ അവർ പറയണം. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും റീൽസിൽ? അയാൾ അതിന്റെ ഉള്ളിൽ എന്ത് കണ്ട് പേടിച്ചു വന്നു നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോ എങ്ങനെയൊക്കെ എന്തായാലും കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം വളരെ എന്താ പറയാ, നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഭരണസമിതി ചെയ്തിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി ഒരു സെക്രട്ടറി വന്ന് പറഞ്ഞാലും ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും നമുക്കതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പൊ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ കണ്ണൂർ ദസറയായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് നമുക്കറിയാലോ, കണ്ണൂർ ദസറ നമ്മളെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുന്നതില് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളുകൾ മാധ്യമ പ്രവർത്തകരാണ്. അത് ലോക രാജ്യങ്ങളിലെ മുഴുവൻ മലയാളികളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണം കൊണ്ടാണ്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അതിന് നമ്മളൊരു ഒരു എന്താ പറയുക, നിങ്ങളോടുള്ള നന്ദി നമ്മൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിന്റെ കാറ് 1ാം സമ്മാനം അടിച്ചിട്ടുള്ള ഒരു കാറിന്റെ താക്കോൽ ഇത് നാളെ വൈകുന്നേരം ഇതിന്റെ മേലെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, 4 മണിക്ക് ഒരു കാറിന്റെ ആള് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ താക്കോല് നാളെ വൈകുന്നേരം നമ്മൾ സ്കൂട്ടറും അത് മറ്റുള്ളതെല്ലാം അവരവർക്ക് വന്നിട്ട് അത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ